എന്തിനാ തയ്ക്കാൻ പറ്റില്ലെന്ന് തുറന്നു പറയണം? വേറെ അടുത്ത് കൊടുത്ത് തയ്പ്പിക്കൂലേ? അദ്ദേഹത്തിന് അതൊരു പ്രശ്നമുള്ളൂ. മൂത്തൊക്കെ കാര്യം പറയും. അതൊരു നല്ല ക്വാളിറ്റി അല്ലേ ചേട്ടാ? ചേട്ടൻ അഞ്ജലിയുടെ അടുത്ത് എന്തെങ്കിലും തയ്ക്കാൻ പോയായിരുന്നോ? പോയായിരുന്നല്ലോ. അവളാ റോട്ടിൽ എന്നെ പിടിച്ചേർത്തി എന്തൊക്കെ അനാവശ്യ ചേട്ടനെ പറ്റി എന്നോട് പറഞ്ഞെന്നറിയാമോ? ഒരു തയ്യൽക്കാരി ആവുമ്പോൾ നമ്മൾ എന്ത് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്താലും അവരത് തയ്ച്ചു തന്നെ. അതാണ് അവരുടെ ആത്മാർത്ഥത അല്ലേ? ഇവിടെ വേറെ എന്തോരം തയ്യൽക്കാരുണ്ട്. ഇന്നേവരെ എന്നോട് ആരും എന്ത് ഡ്രസ്സ് കൊടുത്തിട്ടോ അവർ തയ്ച്ചു തന്നിട്ടേ ഉള്ളൂ. ഇതുപോലത്തെ സംസാരമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവൾക്ക് എന്തൊരു അഹങ്കാരമാണ് ചേട്ടാ. ഞാനും വിചാരിച്ചിട്ട് അവൾക്ക് എന്താ ഇത്ര അഹങ്കാരമാണ്. ഞാനാണെങ്കിൽ കുറെ കൊല്ലം മുമ്പ് ആഗ്രഹിച്ചു മേടിച്ചൊരു ഡ്രസ്സാണത്. അത് ഇടുമ്പോൾ ഒരു സുഖം അവൾക്ക് അറിയാമോ? ഒരു കംഫർട്ടും ഒരു പ്രൗഡിയൊക്കെ തോന്നും. അത് ഇത്തിരി കീറിയപ്പോ ഒന്ന് തയ്ക്കാൻ കൊണ്ടേ കൊടുത്തതാണ് അവളെ. അവള് നല്ലപോലെ തയ്ക്കുമെന്ന് വിചാരിച്ചാൽ കൊണ്ടേ കൊടുത്തത്. അതിന് അവൾ എന്തൊക്കെയാണ് പറയണത്? അവള് പാവമൊക്കെ കാണണം വരുന്നത്. ഞാൻ പിന്നെ നിന്നെ ഓർത്തൊന്നും പറയാൻ പോയില്ല. ചേട്ടനാ ഡ്രസ്സിങ് എടുത്തിട്ടുണ്ടോന്ന് ഞാൻ തയ്ച്ചു തരാം. എനിക്ക് മിഷത്തിൽ തയ്ക്കാൻ അറിയില്ല, പക്ഷെ കൈ കൊണ്ട് ഞാൻ നല്ലോണം തയ്ക്കും. അതിട്ടിട്ട് ഇന്ന് വൈകിട്ട് അവള് ഡാൻസ് ക്ലാസ്സിന് പോയില്ലേ ഇവിടെ കൂടി, അപ്പൊ അവളുടെ ഫ്രണ്ടിലൂടെ നടക്കണം. അതിട്ട് കഴിയുമ്പോ ചേട്ടന് കിട്ടുന്ന ആ ഒരു പ്രൗഡി, ആ ഒരു ഭംഗി, അത് അവൾ അറിയണം. അതിങ്ങെടുത്തിട്ട് വാ, ഞാൻ തയ്ച്ചു തരാം. നീ തയ്ച്ചു തരുവാ? ഞാൻ മടക്കി വെച്ചിട്ട് ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാട്ടാ. ഓ എന്തൊരു കൊതുക്! ഇന്നാ ശാലു എന്റെ ഡ്രസ്സ്. കൊതുകിന്റെ കേന്ദ്രമാണ് ഇവിടെ. ഇതിട്ട അവളുടെ അവക്ക് എന്റെ ഭർത്താവിനെ അറിഞ്ഞൂടെന്ന് പറഞ്ഞത് തെറ്റി. എനിക്കാണ് എന്റെ ഭർത്താവിനെ അറിയാത്തത് അല്ലേ? വെറുതെ അല്ല അവള് പറഞ്ഞത് നിങ്ങളൊരു മിസൈൽ മാൻ ആണെന്ന്. ഇത് കണ്ടാ ആർക്കായാലും മനസ്സിലാവൂല നിങ്ങളൊരു മിസൈൽ മാൻ ആണെന്ന്. നാണല്ലേ മനുഷ്യ ഈ ഊട്ട വീണിട്ട് നടക്കാനായിട്ട്? ഈ മേലെ ഇവിടെ കടലയും പരിപ്പും മേടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ഇവളുമാർക്ക് വല്ലതും അറിയാമോ? ഇത് കാറ്റ് കയറാനും സുഖം, കാറ്റ് പോകാനും സുഖം ഇതാണെന്ന്. നൈസ് മെറ്റീരിയൽ.